ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല അടിപൊളി സ്വീറ്റിന്റെ റെസിപ്പിയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഞാനിവിടെ 500 ml കപ്പിന്റെ അളവിലാണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പാലിൽ പാട കെട്ടരുത്, അതുകൊണ്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഈ പാല് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് വറ്റി കുറുകി വരണം. ആ ഒരു പാലിന്റെ കുറുകി വന്ന മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു പലഹാരത്തിന്റെ പേര് നെല്ലൂർ മലായ് കാജ എന്നാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ്. പാലിപ്പോൾ ഇതാ നല്ലപോലെ വറ്റി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്പാച്ച് കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് ചൂടാറണമെന്നൊന്നുമില്ല, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൽ നമുക്ക് മൈദപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. മൈദയിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ആകെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പലഹാരം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 1 കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും 1/2 കപ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ള പൊടി 1/2 കപ്പിന്റെ മെഷർമെന്റ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഈ പൊടി എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. ഇത് ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം ഈ മാവ് തയ്യാറായി കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇതിൽ നിർബന്ധമുള്ള കാര്യമല്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മാവൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മാവ് റെഡിയായി. ഇനി ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. ആ ഒരു സമയം കൊണ്ട് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ഇതിലേക്ക് ഒരു 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്ക തല്ലിയതും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നല്ലൊരു മണത്തിന് വേണ്ടി കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒട്ടുന്ന പരുവാകുമ്പോൾ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതായത് നൂല് പോലെ വലിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു ഒട്ടൽ വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതുപോലുള്ള ആ ഒരു കറക്റ്റ് ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മാവിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കയ്യിൽ വെള്ളം തൊട്ടെടുക്കുകയോ അതുപോലെ തന്നെ എണ്ണ സ്പ്രെഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അമർത്തിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അമർത്തി ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ മാവ് നല്ല ലൂസ് ആവണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 30 സെക്കൻഡെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പരന്ന ഷേപ്പ് ആകുമ്പോഴത്തേക്ക് ഈ മാവിന്റെ നടുഭാഗത്ത് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്വീറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാവ് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. എത്രത്തോളം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റും. ഇതുപോലെ നടുഭാഗം കുഴിയാക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് പൊള്ളി ഒരു ബോൾ ഷേപ്പിലായിട്ട് വരും. അതുപോലെ നന്നായിട്ട് പൊള്ളി വരുമ്പോഴാണ് ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് ഷുഗർ വലിഞ്ഞിട്ട് നല്ല ജ്യൂസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഈ പലഹാരം തയ്യാറായി കിട്ടുന്നത്. ഇതുപോലെ ഞാനിപ്പോൾ ഒരെണ്ണം തയ്യാറാക്കി. ഇനി ഒന്നും കൂടി കാണിക്കാം. ഇപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ഞാനെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും നിൽക്കരുത്, ഒരേ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര സമയം വേവാനായിട്ട് എടുക്കുന്നോ അത്രയും സമയം വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആദ്യം ഇട്ട് കൊടുത്തത് വെന്തതിനനുസരിച്ച് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. എങ്കിലേ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇത് വെന്ത് വരുന്തോറും നല്ല ബോൾ ഷേപ്പിലായി കിട്ടും. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി നേരെ ഷുഗർ സിറപ്പിലേക്ക് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ഉള്ളിലേക്ക് ഷുഗറൊക്കെ വലിഞ്ഞ് നല്ല പഞ്ഞ് പോലെ ജ്യൂസി ആയിട്ടിരിക്കും. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഈ ഒരു ഷുഗർ സിറപ്പിൽ കിടന്നതിന് ശേഷം മാത്രം എടുത്ത് കഴിക്കുക. എങ്കിലാണ് അത് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നെല്ലൂർ മലായ് കാജ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.